പെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്റർ. വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ മത്സരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇതിന് മുൻപ് ചെയ്തിരുന്ന വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ചെയ്തിരുന്ന കുറച്ച് വീഡിയോകളിലും കമൻറ്റ് കണ്ടു നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അച്ച് അല്ലെങ്കിൽ മോൾഡ് ഇതുപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിനെ ആദ്യം നടുവേ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈൻ എന്താണോ അതൊന്ന് വരച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് ഡയറക്റ്റായിട്ട് വരച്ചെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇനി ഇത് ഡയറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സിമ്പിളാണ്. ഇതുപോലൊരു ചെറിയ പേപ്പർ പീസ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈൻ ആദ്യം ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുക. നമുക്കിപ്പോൾ ഒരു തവണ വരച്ചിട്ട് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് മായ്ച്ചിട്ട് രണ്ടാമത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. ഇനി ആ ലൈനിനോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോൾഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ്. അതിലേക്ക് ചേർത്ത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നടുക്ക് നമുക്കൊരു ചെറിയൊരു ബെൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കി നല്ലപോലെ ചേർത്ത് ഉരുളക്കിഴങ്ങിലേക്ക് നല്ല ചേർത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇതാണ്. ആ പേപ്പറിൻ്റെ ലൈനിൽ കൂടെ ഇത്തിരി ആഴ്ത്തി, അല്പം ഒന്ന് കത്രിക ഒന്ന് ആഴ്ത്തി, അതായത് കത്തി ഒന്ന് ആഴ്ത്തി മുറിച്ചെടുക്കുക. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഈ രണ്ട് പീസുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം ആഴത്തിൽ കട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡുകളിലും ആ മെത്തേഡ് തന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ പോവുകയാണ്. ഇത്തിരി ആഴ്ത്തി പേപ്പറിനോട് ചേർന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ അടുത്ത സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അല്പം ആഴ്ത്തി പേപ്പറിനോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം നേരത്തെ ചെയ്തു തരുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഇപ്പോഴത്തേ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ പിടിച്ച് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പിടിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മോൾഡ് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു മോൾഡും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ക്യാരറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് നമ്മൾ നല്ലൊരു ക്യാരറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പീസ് അതിൽ നിന്ന് നമ്മുടെ ക്യാരറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 5 ഇതളുള്ള പൂവ് അല്ലെങ്കിൽ 4 ഇതളുള്ള പൂവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതായത് വളരെ ചെറിയൊരു ലൈന് കട്ട് ചെയ്ത് ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കുക. അതിൻ്റെ ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി അടുത്ത ലൈൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ പീസുകളാണ് നമ്മൾ ഈ ക്യാരറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
അതുപോലെ നമുക്ക് എത്ര ഇതൾ വേണം എന്നുള്ളത് കണക്കാക്കി ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള മോൾഡ് ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഡിസൈനുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ 2 അച്ചുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇത് നനച്ച് പിഴിഞ്ഞ് ഒരു സ്പോഞ്ചാണ്. അതിലേക്ക് നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ നനച്ച പിഴിഞ്ഞ് സ്പോഞ്ച് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് മാക്സിമം ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റെഡ് കളർ പെയിൻറ്റ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ഇതിൽ പ്രസ് ചെയ്തെടുക്കുകയാണ്. ഈ നനച്ച് പിഴിഞ്ഞ് സ്പോഞ്ചിൽ പ്രസ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ. ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെയർ ആയിട്ടുള്ള മെയിൻ തുണിയിലേക്ക് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു പേപ്പറിൽ, ഒരു റഫ് പേപ്പറിൽ അത് പ്രിൻറ്റ് ചെയ്ത് നോക്കുക. ഇത് പെയിൻറ്റ് എല്ലായിടത്തും കറക്റ്റായിട്ടാണോ പറ്റിയിരിക്കുന്നത്, നമ്മുടെ കട്ട് ചെയ്തിരിക്കുന്ന മോൾഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ടൊരു ഡിസൈനാണിത്. ഇത് സാരിക്കൊക്കെ ഒരു ബോർഡർ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ. അപ്പോൾ സാരിക്കൊക്കെ, സാരി, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, എന്ത് തരം ഡിസൈനുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ബോർഡർ വന്നൊരു പ്രത്യേക എടുപ്പായിരിക്കും. ബോർഡർ വേണമെന്ന് മത്സരങ്ങൾക്കൊന്നും നിർബന്ധമില്ല, എങ്കിലും ബോർഡറുകൾ വരുന്നത് ഒരു പ്രത്യേക എടുപ്പ് നൽകും. ഇനി ഇത് നേരത്തെ ചെയ്തു തരുന്ന പോലെ തന്നെ ക്യാരറ്റിലും നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുകയാണ്. ക്യാരറ്റ് ഉപയോഗിച്ചും ഇതേ സെയിം ഡിസൈനിന് നമ്മൾ മറ്റൊരു സ്റ്റൈൽ കൊടുക്കുകയാണ്. നമ്മുടെ കൈയുടെ പാകം, കൈ വഴങ്ങുന്നത് ഏത് വശത്തേക്കാണ് എന്നൊക്കെ ഉള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഓരോ സൈഡാണ് വശമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പേപ്പറുകൾ അല്ലെങ്കിൽ മീൻസ് തുണി അറേഞ്ച് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ടൈപ്പ് ബോർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സെയിം മോൾഡ് തന്നെയാണ്, സെയിം അച്ച് തന്നെയാണ്. ഈ സെയിം അച്ച് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ റെഡ് കളർ അപ്ലൈ ചെയ്തിരുന്നു. അതിനെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മറ്റ് ഒരു ഡിസൈനിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഒരു കമ്മലിൻ്റെ ഷേപ്പിലായിരുന്നു ചെയ്തത്. ഇനി മറ്റൊരു ഡിസൈൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ ബോർഡറുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഡിസൈനുകൾ തമ്മിലുള്ള അകലം തന്നെ ആയിരിക്കണം അടുത്ത രണ്ട് ഡിസൈനുകൾ തമ്മിൽ ഉണ്ടാവേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുള്ള ഡിസൈൻ തെറ്റിപ്പോവാതെ നോക്കണം. ഇപ്പം നമ്മൾ ഒരു മോൾഡ് ഉപയോഗിച്ചുള്ള രണ്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 ഇതളുള്ള ഒരു പൂവ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ LP-കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. LP-കാർക്ക് എളുപ്പം ഒരു ക്യാരറ്റിനെ നടുവേ മുറിച്ചിട്ട് സെൻറ്റർ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചെറുതായി മുറിച്ച് കളർ അപ്ലൈ ചെയ്തെടുത്തു. ഇനി പൂവ് 4 ഇതളുള്ള പൂവ് നേരത്തെ ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻറ്റർ ഡിസൈൻ ക്യാരറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈനും പൊട്ടറ്റോ വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈനും തമ്മിൽ ഒരു ഗ്യാപ്പില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 4 ഇതളുള്ള പൂവ് റെഡിയായി. ഇനി UP സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു പൂവൊക്കെ ഡിസൈൻ ചെയ്യാം അവർക്ക്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ വലിയ ഷീറ്റിലാണ് ഡിസൈനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ വലുത് കുറച്ചും കൂടെ ഇതളുകളുള്ള പൂവാണ് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനും നേരത്തെ ചെയ്തിരുന്ന പോലെ ഒരു സെൻറ്റർ ഡിസൈൻ കൊടുത്തു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സെൻറ്റർ ഡിസൈനും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയുടെ ഡിസൈനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പാണ് ഇതളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. നേരത്തെ വെച്ചിരുന്ന അതേ ഒരു ഗ്യാപ്പ് കണക്കാക്കി ബാക്കിയുള്ള ഇതളുകളെല്ലാം സെറ്റ് ചെയ്യുക. ഇപ്പോൾ 5 ഇതളുള്ള ഒരു പൂവ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മോൾഡ് ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മോൾഡിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് മറ്റൊരു ഡിസൈൻ എങ്ങനെ ആക്കാം എന്നുള്ളത് നോക്കാം. അതിന് അകത്തൂടെ ചെറിയൊരു ഡിസൈനും കൂടെ വരച്ചെടുക്കുകയാണിപ്പോൾ. അതിനുശേഷം ഒരു റീഫില്ലറിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പുറത്തെടുത്ത് കളയുക. എല്ലാവർക്കും വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുതായിട്ട് ഓരോ ഭാഗങ്ങൾ പ്രസ് ചെയ്ത് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് അതൊന്ന് തുടയ്ക്കുക. ഇപ്പം നമ്മൾ ആ ഹോള് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചെറിയൊരു കറ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുക. പൊട്ടറ്റോ ഒന്ന് തുടച്ചെടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു സെൻറ്റർ ഡിസൈൻ കൊടുത്തു. അതിനുശേഷം മറ്റൊരു കളർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പൊട്ടറ്റോ നമ്മളിപ്പോൾ റീഡിസൈൻ ചെയ്തെടുത്ത പൊട്ടറ്റോ പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ്. ഹൈസ്കൂൾ സെക്ഷനിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ കുട്ടികളൊക്കെ പൊതുവേ ചെയ്യാറുള്ളത് മൾട്ടി കളറായിട്ടുള്ള ഡിസൈനുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 കളറാണ്, ഒന്ന് റെഡും ഒന്ന് ബ്ലൂ ആണ്. അപ്പോൾ നേരത്തെ ചെയ്തിരുന്ന അതേ ഡിസൈൻ തന്നെയാണിത്. അതിൽ ഇങ്ങനെ 2 സ്പോഞ്ച് അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം ഈ പൊട്ടറ്റോ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, എന്ത് ഡിസൈനാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ പ്രിൻ്റ് ചെയ്തെടുക്കുക. 2 ഡിസൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഫോളോ ചെയ്യുന്നത് ഡിസൈനിനൊരു പെർഫെക്ഷൻ വരുത്തും. അപ്പം നമ്മൾ മൾട്ടി കളർ വെച്ച് റെഡിയായി. അപ്പോൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മോൾഡ് തന്നെയാണിത്.
ഈ മോൾഡിനെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നേരത്തെ ക്യാരറ്റിന് ചെയ്ത പോലെ നമ്മൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ചരിച്ച് ചെറിയ ഗ്യാപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ സെൻറ്റർ ഡിസൈൻ ഈ ചെയ്ത പോലെ ബ്ലാങ്ക് ആവണമെന്നില്ല, എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു സെൻറ്റർ ഡിസൈൻ കൊടുത്തു, അതിന് പുറമെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ ഒരു ഔട്ടർ ലൈൻ കൊടുത്തു. ഇപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഔട്ടർ ലൈൻ കംപ്ലീറ്റഡ് ആയി. ഇനി ചെയ്യുന്നത് മൾട്ടി കളറായിട്ട് ഇപ്പോൾ രണ്ടാമത് ലാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത പൊട്ടറ്റോനെ മൾട്ടി കളർ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇതിലിപ്പോൾ ഗ്രീനും റെഡുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, നമ്മൾ സെൻറ്റർ ഡിസൈനിൽ നിന്ന് കൊടുക്കുന്ന ഗ്യാപ്പിനനുസരിച്ച് ഇതളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. വീണ്ടും നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ സെയിം അച്ചിനെ നമ്മൾ റീഡിസൈൻ ചെയ്തു. അതിനുശേഷം മറ്റൊരു ഡിസൈൻ ട്രൈ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു കംപ്ലീറ്റഡ് ഡിസൈൻ അല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പല പല ഡിസൈനുകളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പല ഡിസൈനുകൾ നമുക്കിതിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.